ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ ആരും എണീറ്റില്ല. ഇപ്പോൾ നല്ല ഉറക്കാണ്ട, നല്ല ഉറക്കം. ഇന്നലെ കളിസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഇട്ട് കുട്ടികളെ മക്കളൊക്കെ ഇവിടെ ഇട്ടാണ്ട് കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ എണീറ്റില്ല. സമയം 8 മണിയായി. ഞാൻ ചായ കുടിക്കാൻ പരിപാടി ഇരിക്കും തന്നെ. വെളിച്ചത്തിൻ്റെ ചെറിയൊരു കുറവുണ്ട്. ചായക്ക് എന്താണ് കറക്റ്റ് 8 മണിയാണ് മുട്ടാണ്. നൂലുണ്ടാക്കി നൂൽപുട്ട് 2 മതി. ഇത് രാവിലെ അങ്ങോട്ട് അല്ലാതെ കഴിക്കാൻ വേണ്ടി കഴിയാറ് കുറച്ച് കഴിയണം. ഇത് ഓൾഡ് മത്തിക്കറി അത് കുടിക്കും. ഓൾഡ് മത്തിക്കറി നൂൽപ്പിട്ടും 2 എടുത്തിട്ട്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. അതിനെ ഇതും കൂട്ടി കഴിച്ചിട്ട് നമുക്ക് നേരെ അങ്ങാടിക്ക് ഒരു 8:15 എത്താൻ പറ്റും. 8:15 എത്താൻ വേണ്ടി പറ്റുന്ന കരുതാണ്. അപ്പോൾ അവളുടെ സുഖനിദ്ര നമ്മൾ സ്വീപ്പാക്കണോളാം. ഞാൻ പോവാ വാല് വരണം. വാല് ഒരുങ്ങിയിട്ടില്ല. പോയാലോ. എന്തിനാ കറിയണ? രാവിലെ തന്നെ നീച്ച് കുറുമ്പാട്ടനെ നീപ്പിച്ചപ്പോ എന്തേ? ഓക്കെ, ഞാൻ പോയിട്ടേക്കാരോ. ഓക്കെ, താഴത്തേക്ക് പോരാൻ പറ്റൂല. താഴത്തേക്ക് പോരാൻ പറ്റാത്തോണ്ടാ? പിന്നെ ഓള് പോണ്ട. ഉച്ചക്ക് വരാട്ടോ. നിജു അമ്മച്ചിക്ക് കയറിക്കോട്ടെ. അവിടെ അറിയിക്കോളി. കയറി. രണ്ടാമത് കയറിക്കോളി. പോട്ടെ. രാവിലെ തന്നെ കരഞ്ഞപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നേരത്തെ വല്ലാതെ പോവാത്തത്. നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ സങ്കടമാവും. പിന്നെ നമ്മുടെ വണ്ടിയിൽ ക്യാമറ വെക്കാനുള്ള സ്റ്റാൻഡ് ഓൾറെഡി നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ ഉപയോഗിച്ചിരുന്ന സാധനമുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് വേണം. അത് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അത് വന്നിട്ടില്ല. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡ് വേണ്ട, ഡ്രൈവിങ്ങിന് ഇങ്ങനെ ക്യാമറ പിടിച്ചാണ്ട് ഓടിക്കാന്നുള്ളത് നിയമവിരുദ്ധമല്ലേ എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, നിയമം തെറ്റിക്കാൻ നിൽക്കണുള്ള സ്റ്റാൻഡ് ഓർഡർ ചെയ്തിരിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ. ഒരാഴ്ച ഞാൻ വീഡിയോ ചെയ്യാതിരിക്കണമെങ്കിൽ ചെയ്യാതിരിക്കാം. അതാണ് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ദാറ്റ ഓക്കെ, ഞാൻ അങ്ങാടിയിൽ വെച്ചിട്ട് കാണാം. സാധാരണ ഇന്ന് 8 മണി ആ നേരമൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് നല്ല വെയിലാണ്. പക്ഷേങ്കിൽ ഇന്നില്ല. ഇന്ന് വെയിലൊന്നുമില്ല. ഇതെന്ത് സംഭവം? എന്ത് കച്ചവടം? മിക്സർ കച്ചവടോ? മിക്സറുണ്ട്. ഒരു സാണ്ടല്ല. അതിലൊക്കെ കുറേ വീടുണ്ട്. അതിലൊക്കെ പോയി നോക്ക്. ഇതിപ്പോൾ വരിക എൻ്റെ വീടവിടെ പോക്കടങ്ങുന്ന വീടല്ലേ? ഇവിടെ ആരാ അങ്ങനെ? ഓക്കെ, പീടിക കച്ചവടം നടത്തണ അക്ബറാക്കല്ലേ? അപ്പം നമ്മളെ പീടികക്കാർ അക്ബറാക്കാൻ്റെ പേരക്കുട്ടിയാണ്. ചെക്കിന് സൈക്കിളിന് നമ്മൾ മറ്റേ ഒഡീഷയിലൊക്കെ കണ്ട പോലെ പലഹാരം വെച്ച് നടക്കുകയാണ് പൊടി. ഞാനിങ്ങനെ കുറേ ആലോചിക്കും, ഈ പയറുണ്ടല്ലോ, ഈ പാടത്തിട്ടിട്ടുള്ള പയർ, ഇതെന്തിനായിരിക്കും ഇവരിട്ടിട്ടുണ്ടാവുക എന്നുള്ളത്. അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ തോട്ടപ്പയറല്ല വിതപ്പയർ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതിൻ്റെ ഈ പാടത്ത് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ പാടത്തിന് ഉടമയായിട്ടുള്ള ഹംസാക്ക. ഞാനാണെങ്കിൽ അപ്പോൾ വേറെ ട്രിപ്പിലാണേനും എനിക്ക് ചോദിക്കാനും വേണ്ടി പറ്റിയില്ല. ഞാൻ ആ പയറ് ശരിക്കും കാണിച്ചു തരാം. നല്ല രസമാണ് ആ പയറ് കാണാനൊക്കെ. അതായത് ഈ പയറ് നല്ല പൂവൊക്കെ പൂത്ത് സെറ്റായിട്ട് പോകണം. അല്ല, പൂവൊക്കെ പൂത്ത് എല്ലാം പൂത്താണ്. പിന്നെ ഇതുമ്മൊക്കെ പയറുണ്ടായിരുന്നു. അതായത് പയറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വളമടിക്കുക, മരുന്നടിക്കുക അങ്ങനത്തെ സംഭവമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഒരു കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ചെയ്തിട്ടുമുണ്ട്. ചെയ്യുമെന്ന് പറഞ്ഞാൽ പയർ എറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മുളച്ചുണ്ടായതാണത്. പോവാ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ വണ്ടൂർ അങ്ങാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു
നാലഞ്ചാറാമത്തെ വണ്ടിയാണ്, 4-5-6. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ട്രിപ്പാണ് രാവിലെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. കൂരാട് ഭാഗത്തേക്ക്, കൂരാട് എത്തിയിട്ടില്ല, ഒരു 160 രൂപയാണ് നമുക്ക് ആദ്യത്തെ കൈനീട്ടം കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഇനി നമ്മളെത്താൻ പോകുന്ന വരമ്പങ്കല്ല് പാലത്തിനൊക്കെയാണ്. അതായത് നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി ഇതുവഴി വരുന്നുണ്ട്, ഈ കൂരാട് വഴി പോകുന്നുണ്ട്. ആ ഒരു പോകുന്ന നദിയിലായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റേ അടിച്ചിരുന്നത്. ഒരു പ്രാവശ്യമല്ല, നമ്മൾ 2 പ്രാവശ്യം അതായത് ക്യാമ്പ് ചെയ്തിരുന്നത്. ആ ഒരു ക്യാമ്പ് ചെയ്തിരുന്ന പുഴയാണ് ഈ ഒരു പുഴ എന്ന് പറയുന്നത്. ഇത് വരമ്പങ്കല്ല് പാലമാണ്. വരമ്പങ്കല്ല് പാലം, വരമ്പങ്കല്ല് പാലം. വെള്ളം അല്ലേ, വെള്ളം ഉണ്ടോ നദിയിൽ? വെള്ളം കുറവാണ്, മേൽഭാഗം ഉണ്ടോ? വെള്ളം കുറവാണ്, അല്ലാത്ത വിഷയമൊന്നുമില്ല. ഇത് വേനലല്ലേ, കുറച്ച് കലക്കമുണ്ട് വെള്ളത്തിൽ. പിന്നെ ഇടമഴ നന്നായിട്ട്, അതായത് വേനൽമഴ നന്നായിട്ട് ഇവിടെ പെയ്യുന്നുണ്ട്. ഇന്നും തന്നെ ഇപ്പോൾ വെയിലൊന്നുമില്ല. വൈകിട്ടൊക്കെ ഇപ്പോൾ മഴ ഉണ്ടായേക്കാം. പമ്പ് 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 എണ്ണടിക്കാം, എണ്ണടിക്കാം. അതായത് നമ്മൾ രാവിലെ നമ്മൾ ഇറങ്ങിയത് എപ്പോഴാണ്? 8:20 നമ്മൾ എത്തിയത്. 9:15 ആയപ്പോഴേക്ക് നമുക്ക് 180 രൂപ എത്തി. അപ്പോൾ അതിലേക്ക് ഒരു 20 രൂപയും കൂട്ടിയിട്ട് നമ്മൾ എണ്ണ അടിക്കണം, 200 രൂപ. അവിടെ വണ്ടി അള്ളി കേട്ടോ, പാവാ. നമുക്ക് എന്താ പറയുക, എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം പോലെ. ഇവിടെ ഞാൻ ഇവരെയൊക്കെ എല്ലാവരെയും കാട്ടിലും പ്രായം കുറവ് എനിക്കാണ്. ഇന്നവരൊക്കെ എനിക്ക് ഫ്രണ്ട്സിനെ പോലെയാണ്. എൻ്റെ ഏട്ടന്മാരാണ് എല്ലാവരും, പക്ഷെ എന്നാലും ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാവരും. ചങ്ങാരം മണിയേട്ടൻ്റെ വണ്ടിയിലാണ്, ഓട്ടല്ല. ഇതൊക്കെ സമയം എത്രയായി? 11 മണിക്ക് 5 മിനിറ്റ്. ആ മുന്നത്തെ വണ്ടി പോയിട്ടാ എന്നിട്ടാ മുന്നേക്കാണ് ഇറങ്ങി തള്ളിക്കാണ്. ഓടിയില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ? 100 രൂപ ആയിട്ടില്ല? 11 മണി അങ്ങനെ. മുജിയൊക്കെ എത്ര രൂപയ്ക്ക് ഓടി? 150 രൂപ ഓടി. ഞാൻ 240. ഒപ്പത്തിനൊപ്പം എല്ലാ ദിവസവും ഞാനാ താഴെ ഉണ്ടായത്. ഇന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് മേലെ അതിൻ്റെ ഒരു 40 രൂപ ട്രിപ്പ് മൂപ്പര് കിട്ടിയാല് എനിക്കൊരു 30 രൂപ കിട്ടിയ കണക്കായി. പൊറോട്ട കഴിക്കട്ടോ. ഇത് നമ്മളുടെ നാസറാക്കാൻ്റെ വണ്ടിയാണ്, MK മുക്കെണ്ണ. പക്ഷേ ഈ ഹോളൊക്കെ മുപ്പര അടച്ചിരുന്നു. അത് എന്തിനു വെച്ചോ നാസറാക്ക, ഇതൊക്കെ എന്തിനാ അടച്ചേ? ഇത് 4 അടച്ചിക്കണല്ലേ നിങ്ങള്? ഇൻസ്റ്റേഷൻ ടാപ്പ് കൊണ്ട് എന്നിട്ട് ഇവിടെ തുരുമ്പ് പിടിക്കും ബോഡി അല്ലേ? അത് ഒഴിവാക്കാനാണ്. അല്ല നാക്കിലല്ലേ? അങ്കനവാടിക്ക് വരുമ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടി വന്നു. ചോറാണ്. ഇന്നത്തെ നമ്മളുടെ ഉച്ച വരെയുള്ള കളക്ഷൻ ഭയങ്കര ഓട്ടമാണ്. 300 500 600 650 റുപ്യക്ക് നമ്മൾ ഉച്ച വരെ ഓടിയത്. 4 ചിന്നു രാവിലെ തന്നെ വണ്ടി കയറിയിട്ടാണ് അമ്മ പറയുന്നത്. ആരും അങ്കനവാടിക്ക് പോയി. കാര്യത്തിൽ പോയ അങ്കനവാടിക്ക്? എന്താ കറി? വെണ്ടയ്ക്കയും പിന്നെ എന്ത് മീൻ? ഓ വത്തല്, നമ്മളെ ഫേവറേറ്റ് പയറുപ്പേരി. വലിയ പരിപാടിയാ. അപ്പോൾ ഇതാണ് ഞാൻ പറയാറുള്ള ആ ഓട്ടം. അതായത് നമ്മൾ ഉച്ചയാകുമ്പോഴേക്ക് 600 രൂപയുടെ ഓട്ടം. എന്നാൽ 650 റുപ്യക്ക് നമ്മൾ ഉച്ചയാകുമ്പോഴേക്ക് ഓടിയിട്ടുണ്ട്. ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് എന്തായാലും നമ്മളെ കൊണ്ടൊരു 6 റുപ്യക്ക് ഓടാൻ വേണ്ടി പറ്റും തന്നെ കരുതി. ഞാൻ ചോറുണ്ട് കഴിഞ്ഞ് ഉടനെ ഇറങ്ങുവാണ്. വല്ലാതെ റെസ്റ്റ് എടുക്കാനോ കിടക്കാനോ നിൽക്കുള്ള 1:40 സമയം. ഒരു 2:15 ആകുമ്പോഴേക്ക് സ്റ്റാൻഡിലേക്ക് എത്താൻ കണ്ടുള്ള പരിപാടിയാണ് നോക്കണേ. ഏതായാലും വെയിറ്റ് ആൻഡ് സി. ഉച്ചവരെയുള്ള കഷ്ടം നമ്മൾ 650 റുപ്യ. ഇന്ന് മുഖമൊക്കെ തെളിഞ്ഞു. സത്യം പറയുന്നത് ഈ ഒരു ഓട്ടമാണ് ഞങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതാറ്. കിട്ടണ്ടേ? കുറേ ഓട്ടം നിങ്ങളെ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം പല ഘട്ടങ്ങളിൽ നിൽക്കാതെ ഓടുമായിരുന്നു. അതാണ് സംഭവിച്ചത്. ഭയങ്കര സന്തോഷം.
ഇന്നോ നാളെയൊക്കെ ആയിട്ട് പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബ്ലോക്ക് ടൗണിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഉച്ച വരെ കളിച്ച ആ ഒരു കളി ഉണ്ടല്ലോ, ഉച്ചക്കശം കിട്ടിയില്ല. ഉച്ചക്കശം കിട്ടിയിട്ടില്ല, കിട്ടുമായിരിക്കും. ടൈം ഉണ്ടല്ലോ, വെയിലാറട്ടെ, ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അല്ലേ. ഇതാണ് ചെങ്ങന്മാരെ പത്തിരിയാർ എന്ന് പറയുന്ന സ്ഥലം. അതിനിതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനൊക്കെ. പക്ഷെ നമുക്ക് ട്രിപ്പ് കിട്ടണ്ടേ. ആരംഭ റോഡിൻ്റെ നടുവ് കൂടെ കളിച്ചു എന്താ പരിപാടി? ലോഡാക്കല്ലേ? ഓ, റോഡ് ബ്ലോക്ക് ചെയ്താണ്ടല്ലോ ലോഡാക്കലാണല്ലോ. അതായത് ഇപ്പം ഞാൻ പോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു 190 രൂപയുടെ ട്രിപ്പാണ്. ഈ 190 രൂപയുടെ ട്രിപ്പിന് ഞാൻ അവരവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവരോട് എത്ര ചോദിച്ചു? 190 എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറയുവാണ് ഞങ്ങൾ 180 കൊടുക്കല്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് പോരുന്ന വണ്ടിക്കാരൊക്കെ ആവാം, അല്ലെങ്കിൽ അവർ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഓട്ടോറിക്ഷ ഇല്ല നോട്ടിക്കോടി, എൻ്റെ വീട്ടുകാർ സ്ഥിരമായിട്ട് വിളിക്കുന്നൊരു വണ്ടിക്കാരനുണ്ടാവും. അപ്പോൾ ആ ഒരു വണ്ടിക്കാരന് നമ്മൾക്കിപ്പോൾ ഒരു 220 വരുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ ഫ്രണ്ടിൻ്റെ ഉമ്മാനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയില്ലേ, അത് നമ്മൾക്ക് കറക്റ്റ് വാടക വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ എന്താ പറയുക, നമ്മൾക്കായിട്ടൊരു വണ്ടി ഉണ്ടാവും. നമ്മളെ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന വണ്ടി. അപ്പോൾ അവർ 10 രൂപയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അത് എല്ലാ ഡ്രൈവർമാരും അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആരും കരുതരുത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. നിങ്ങൾ സ്ഥിരമായിട്ടൊരു വണ്ടിക്കാരൻ ട്രിപ്പ് കൊടുക്കുമ്പോൾ അയാൾ ആ ഒരു മാനസിക പരിഗണന വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു 10 20 കുറച്ച് തരുന്നത്. പക്ഷേങ്കിൽ അത് അങ്ങാടിയത്തെ എല്ലാ വണ്ടികളും അല്ലെങ്കിൽ ഓടുന്ന എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ ആവണം, അത് തന്നെയാണ് വാടക എന്ന് തെറ്റിദ്ധരിക്കരുത്. പിന്നെ അത് മാത്രമല്ല, ഈ സ്ഥിരമായിട്ട് ട്രിപ്പ് കൊണ്ടുപോകുന്ന ഡ്രൈവർമാരോടും കൂടി ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊരു സ്ഥിരം ട്രിപ്പ് ഉണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വീട്ടുകാരാണ്. അപ്പോൾ അവരോട് പറയാം, നിങ്ങൾ 10 20 കമ്മിയാക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വാടക 220 ആണ്, ഞാൻ 200 വാങ്ങണുള്ളൂ, അല്ലാത്തവരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ 220 തന്നെ കൊടുക്കണം കേട്ടോ, ഞാനൊക്കെ അതാ പറയും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഇരു കൂട്ടരും. ഏതായാലും അത് നമുക്ക് 180 തന്നെ കിട്ടിയതുള്ളൂ. ഞാൻ പിന്നെ ആകുമ്പോൾ തർക്കിക്കാൻ നിന്നില്ല, 10 രൂപയല്ലേ കോട്ടയെന്ന് വെച്ച് ഇവിടുന്ന് മടക്കം കിട്ടിയ തീരുന്ന കേസല്ലേ ഉള്ളൂ. ചെങ്ങൈമാരെ, ഇന്ന് നമ്മൾ റെക്കോർഡ് ഓട്ടത്തിൽ നിൽക്കണം, റെക്കോർഡ് ഓട്ടം. അതായത് നമ്മളെ അരട്ടേങ്ക് എണ്ണ ഉണ്ടായിരുന്നു, അരട്ടേങ്ക് എണ്ണ കഴിഞ്ഞു. ഇനി 200 രൂപയ്ക്ക് വീണ്ടും എണ്ണ അടിക്കാറായി. 1020 രൂപയ്ക്ക് ഓടിയിട്ടാണ് ഞാൻ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് 6 മണിക്ക് ഇനി 10 മിനിറ്റ് ഉണ്ട്. ഈ നേരത്തേക്ക് 1020 രൂപയ്ക്ക് ഓടി. അതാണ് ഉച്ച ആകുമ്പോഴേക്ക് 600 രൂപ ആയി. അതൊരു ഗുണം, മനസ്സിലായോ? ഇന്നത്തെ ദിവസം ഓക്കെ മാത്രം. 2 റൗണ്ട് എണ്ണ അടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇനി നമുക്കൊരു 250 കുത്താം. തേങ്ങമാരെ സമയം ലേറ്റ് ഇടാനൊക്കെ ആയിട്ടോ. ഇത് കണ്ടെങ്കിൽ ഇയാളൊക്കെ പുത്തിരിക്കണമെങ്കിൽ ഇയാളൊക്കെ അങ്ങോട്ട് നോക്കി അങ്ങനെ പുത്തിരിക്കുകയാണ്. ഒരാളിങ്ങനെ പുളിച്ചിക്കണമെങ്കിൽ മാന്താൻ വേണ്ടിയിട്ടുള്ള ഇരുട്ടാണ്. അവിടെ ആക്കണം വേറെ, അതിൻ്റെ ബാക്കിലുണ്ട്. അമ്പോ തടയോ വല്ലതും തടയോ ചോദിച്ചാ? അതിന് ബസ് കൊണ്ട് ചെറിയ കളിയല്ലേ. പിന്നെ നമ്മൾ അള്ളിയനെന്നൊരു വളരെ സങ്കടത്തിലിരിക്കുകയാണ് ഇവിടെ. വേറെ നല്ല ആൾ ഇത്രയും ദിവസം ഓടിയിരുന്ന വണ്ടി കച്ചവടമായിട്ട് ബാക്കിഞ്ഞൊരു വണ്ടിയില്ല. എന്ത് ചെയ്യും? വരുമാനം നിലച്ചു അല്ലേ? ഇത്രയും ദിവസം ഗൾഫിലേന്നാവേ, വെറുതെ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഓട്ടത്തിൽ ലുലുവിലേ. രണ്ടാമത് ഞങ്ങൾ ഗൾഫിൽ പോകാനുള്ള പ്ലാനൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഓട്ടത്തിമൊക്കെ നടന്നപ്പോഴേ അല്ലേ? കുഴപ്പമില്ല. നാളെ തൊട്ട് വേറെ ഏതെങ്കിലും വണ്ടി വിട്ടു നോക്കാം. നിങ്ങൾ എത്ര വാടക കൊടുക്കില്ല? ഡെയിലി 150 റുപ്യ അല്ലേ? ഡെയിലി 150 റുപ്യം കൊടുക്കണം, വണ്ടിക്ക് എണ്ണ അടിക്കണം. പിന്നെ എന്ത് ബാക്കിയാവുക? നമുക്ക് എന്തെങ്കിലും വല്ല കുട്ടികൾക്ക് മിഠായോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള ചായക്കായി എന്തെങ്കിലും കിട്ടും. 1/2 കിലോ മീനും വാങ്ങാം. 1/2 കിലോ മീനും വാങ്ങാം. ഞാൻ ഏതായാലും ഓട്ടൊക്കെ അവസാനിപ്പിച്ചു. അപ്പം ഇനി കുറച്ച് തക്കാളിക്ക് കിലോ 20 റുപ്യ. പിന്നെ ഇതോ 50. ഇതോ നല്ല മധുരമുള്ള മുന്തിരി എത്ര? അത്ര ഒന്നും മടച്ച് കുറച്ച് 40 റുപ്യ 1/2 കിലോ. അത് 1/2 കിലോ ഉണ്ടാവൂലേ? എന്നാ ഇടാൻ അന്ന് അങ്ങോട്ട് എടുത്തളി. ഇവിടെ കേറിക്കത് പൊന്തോ? പൊന്തിച്ചോ വലിയതായോ ഇപ്പൊ തന്നെ? ഓ ഒന്നോ വെക്കുവോ? പച്ചക്കറി
എന്നാ മുന്തിരിയാണ് വേണ്ടേ അപ്പൊ പഴ തിന്നണേ പിന്നെ ഇതായിരിക്കും മുന്തിരി ഞാനും അച്ഛമ്മ അമ്മ തിന്നോട്ടോ കേട്ടോ. ഏതായാലും ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഓടിയതുപോലെ എന്നും ഓടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മൾ എണ്ണ അടിച്ചാൽ നമുക്കതൊരു 500 റുപ്യെങ്കിലും ബാക്കിയായിട്ടുണ്ടാവും എന്ന് പറയും. ഇപ്പോൾ വണ്ടീൻ്റെ പണിയെടുക്കണ്ടേ, വണ്ടീൻ്റെ ബാക്ക് കഴിച്ച് പണിയെടുക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓടിയേ പറ്റൂ. ഏതായാലും ഇന്നത്തെ ദിവസം ഓടി. പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ നിങ്ങൾക്ക് മടുപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്ത് പറയണം, കമൻറ്റിൽ പറയണം മടുക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ വീഡിയോകൾ വേണ്ട എന്നുള്ളത്. ഇല്ലയെന്നാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്തുള്ള വീണ്ടും നാളെ വരാം. ഓക്കെ ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.